ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ മീനൊക്കെ അങ്ങ് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു ഐസ് മാറാനായിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാറിൽ തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണനയിലെ കുറച്ച് വറക്കാനായിട്ട് അരപ്പും പുരട്ടി വെച്ചു. കൂടെ തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനെ അങ്ങ് അടുപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിളക്കുന്ന അരപ്പിലേക്ക് മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മീനുകളും ഇട്ട് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ നല്ല കരച്ചിലാണ് കേട്ടോ. ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് മുതൽ ആൾ നല്ല വാശിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞാനിങ്ങനെ എടുത്തോണ്ടിരുന്നാണ് കേട്ടോ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് താഴെ ഇരുന്നു. ഇപ്പം ഞാൻ ആളെ കുറച്ച് നേരം ഒന്ന് താഴെ ഇരുത്തി കേട്ടോ. അതിന്റെ കരച്ചിലാണിത്. പിന്നെ ഞാൻ ആളെ വീണ്ടും ഇങ്ങനെ എടുത്ത് ഒക്കത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. എടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് രസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ രസമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മീൻകറിയിലേക്ക് കുറച്ച് കടുക് ഉള്ളിയും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച കാരൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ. അങ്ങനെ നല്ല ചൂട് ചോറ്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. ബീട്രൂട്ട് തോരനും രസവും നല്ല തേങ്ങ അരച്ച കാരൽ മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ടാണ് കേട്ടോ കാരൽ മീൻ കറി വെച്ചേക്കുന്നത്. എനിക്ക് തക്കാളിയുടെ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു മീൻ പൊരിച്ചതും കൂടെ വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമുക്ക് ഊണ് കഴിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഊണ് കഴിച്ചേട്ടോ. മീൻകറിയും രസവും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനും പിന്നെ ആ മീനകത്തുനിന്ന് കുറച്ചിങ്ങനെ നുള്ളി വെച്ച് കഴിക്കാനായിട്ട് എൻ്റെ പൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ. മീനാണെങ്കിൽ നല്ല ഫ്രഷ് മീനായിരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടിയും മേടിച്ചോട്ടെ. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സ്വയം പുകഴ്ത്തി പറയാലോ കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.